ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് വരുവാൻ ലഭിച്ച സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. എത്രയോ അനർത്ഥങ്ങൾ നിറഞ്ഞ ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങൾ. കർത്താവ് നമുക്ക് തന്ന ക്ഷേമം ഒക്കെ വളരെ നന്ദിയോടുകൂടി ഓർക്കാം. അപ്പോൾ തന്നെ വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന നമ്മുടെ ദേശത്തെ ഓർക്കുവാനും പ്രാർത്ഥിക്കാനുമുള്ളതായ നമ്മുടെ കടപ്പാടുകൾ ഏറ്റവും നന്നായി നിർവഹിക്കേണ്ടതിന് ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്ന പാഠം പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നു. ഇന്ന് നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പ്രവേശിക്കാം എന്ന് കരുതുകയാണ്. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം വളരെ പ്രസിദ്ധമായിട്ടുള്ളതായൊരു വാക്യമാണ്. നമ്മുടെ കർത്താവ് ഈ പ്രസംഗത്തിൽ പഠിപ്പിച്ചതായ വളരെ അനുഗ്രഹീതമായ ഒരു നിയമം നമുക്ക് ഈ വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വേദപുസ്തകം പഠിക്കുന്ന ആളുകൾ ഈ വാക്യത്തിന് ഒരു തലക്കെട്ട് കൊടുക്കാറുണ്ട്. അത് നമ്മുടെ പാഠത്തിൻ്റെ തലക്കെട്ടായിട്ട് ഞാൻ പറയുന്നു. ഒരു സുവർണ നിയമം, ഗോൾഡൻ റൂൾ എന്നൊക്കെ സാധാരണ പറയും. വളരെ വിലപ്പെട്ടതായ ഒരു നിയമമാണ് 7-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ നിയമം പഠിച്ച് പ്രായോഗികമാക്കി ജീവിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് ആദ്യം പ്രാർത്ഥനാപൂർവം ഈ വാക്യം വായിക്കാം. ഈ വാക്യം നമുക്ക് മനപ്പാടം അറിയാമായിരിക്കാം. നമ്മുടെ ബൈബിൾ പരീക്ഷയുടെ വഴികളിലുമൊക്കെ നമ്മൾ ഈ വാക്യം പലവട്ടം മനപ്പാഠം പഠിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആ വാക്യം പ്രാരംഭമായിട്ട് വായിക്കാം. അപ്പോൾ നമ്മുടെ കർത്താവ് ഈ നിയമം തിരുവെഴുത്തിലെ ഒരു സുപ്രധാന നിയമമായിട്ട് വെളിപ്പെടുത്തുകയാണ്. കൂടുതലത്തെ വാചകം അത് വെളിപ്പെടുത്തുകയാണ്. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇതുതന്നെ. അപ്പോൾ ഇവിടെ കർത്താവ് പഠിപ്പിക്കുന്ന ഈ നിയമം അതിൽ തന്നെ എത്രയോ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ ഓർക്കാനായിട്ട് സാധിക്കും. ഞാനിതിന് ഒത്തിരി വിശദീകരണമൊന്നും പറഞ്ഞില്ലെങ്കിലും ഈ വാക്യം നമ്മൾ പഠിച്ച് ഇത് ലളിതമായി നമുക്കറിയാവുന്നതുപോലെ പ്രായോഗികമാക്കുവാൻ ഇടയായിട്ട് തീരുന്നത് തന്നെ വലിയ വ്യത്യാസത്തിന് കാരണമായിട്ട് തീരുന്നതാണ്. എന്ന് പറഞ്ഞാൽ കർത്താവിടെ പറയുന്ന ഈ കാര്യം, മറ്റുള്ള ആളുകൾ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. അപ്പോൾ മറ്റുള്ള ആളുകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം അവർ ചെയ്യട്ടെ എന്ന് വിചാരിക്കാതെ, അവർ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ നോക്കാം എന്ന് വിചാരിക്കാതെ, അതൊക്കെയാണ് നമ്മൾ സാധാരണ ചിന്തിക്കുന്നതായ കാര്യം. എന്നാൽ അങ്ങനെയൊന്നും നോക്കാതെ കർത്താവ് പഠിപ്പിച്ചതായ കാര്യം, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വചനത്തിൻ്റെ മുമ്പിൽ നിന്ന് ഓർപ്പിക്കട്ടെ. ഈ ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത് ലോകത്തിൽ കഴിഞ്ഞ നാളുകളിൽ ഒത്തിരി പേര് അക്ഷരാർത്ഥത്തിൽ പ്രായോഗികമാക്കുവാൻ ശ്രമിച്ചിട്ടുള്ളതായൊരു പ്രസംഗമാണ്. അത് നമ്മൾ തുടക്കത്തിലൊക്കെ ചിന്തിച്ചായിരുന്നു. നമ്മുടെ രാഷ്ട്രപിതാവായിരിക്കുന്ന മഹാത്മാഗാന്ധി ഈ പ്രസംഗത്തിൽ ഏറെ ആകർഷിക്കപ്പെട്ട വ്യക്തിയാണ് എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹം ഇതിലെ ചില വാക്യങ്ങളും പ്രമാണങ്ങളുമൊക്കെ അക്ഷരാർത്ഥത്തിൽ
പ്രായോഗികമാക്കി ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഇടം പിടിക്കുവാൻ ഇടയായി തീർന്നയാളാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തുടങ്ങുകയാണ്. ഇതിൻ്റെ ആത്മീകമായ അന്തസത്ത ഒത്തിരിയൊന്നും ഉൾക്കൊള്ളാതെയും വേണമെങ്കിൽ ഈ പ്രമാണം പ്രായോഗികമാക്കാം. വീട്ടിലൊക്കെ ഈ പ്രമാണം പ്രായോഗികമാക്കാനായിട്ട് സാധിക്കും. വീട്ടിലുള്ള മറ്റംഗങ്ങൾ എനിക്ക് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം അതിനുവേണ്ടി കാത്തിരിക്കാതെ എനിക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് വരുന്നത് കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ വിപ്ലവകരമായ പരിവർത്തനത്തിന്, രൂപാന്തരത്തിന് കാരണമായിട്ട് തീരുന്നതാണ്. സഭയിലും അങ്ങനെയാണ്. സഭയിൽ മറ്റുള്ള ആളുകൾ എനിക്ക് ചെയ്യണം എന്ന് ഞാൻ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ അവർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയാൽ സഭാബന്ധത്തിൽ അത് അതിശയകരമായ രൂപാന്തരത്തിന് കാരണമായിട്ട് തീരുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ ആത്മീക അന്തസത്തെ ഒത്തിരി ഒന്നും ഉൾക്കൊള്ളാതെയും ഇത് എത്രത്തോളം പ്രായോഗികമാക്കാനായിട്ട് സാധിക്കുമോ അവിടെ നമുക്ക് ജയാളികളായിട്ട് ജീവിക്കുവാൻ സാധിക്കും. അതെല്ലാം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ പ്രതിഫലിക്കുവാൻ ഇടയായിട്ട് തീരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പക്ഷെ നമ്മളങ്ങനെ അക്ഷരം നോക്കി ഇത് പ്രായോഗികമാക്കേണ്ട ആളുകളല്ല. പിന്നെയോ നമുക്കതിൻ്റെ ആത്മീക അന്തസത്ത ഉൾക്കൊണ്ട് പ്രായോഗികമാക്കി ജയാളികളായിട്ട് ജീവിക്കുവാനുള്ളതായ സാധ്യതയുണ്ട്. എങ്കിലും ഞാനിത് വിശദീകരിക്കുമ്പോൾ ഇതിൻ്റെ ആത്മീക പശ്ചാത്തലത്തിൽ ചില വാക്കുകൾ ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. ബന്ധങ്ങളുടെ ഉലച്ചിൽ ഏറെ വ്യാപകമായി നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ബന്ധങ്ങൾ അതിൽ തന്നെ വളരെ മനോഹരമാണ്. പക്ഷേ ഈ ബന്ധങ്ങളുടെ ഉലച്ചിൽ വ്യാപകമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ അത് വ്യാപകമായിട്ടുള്ളതായ ഒരു പ്രശ്നമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ നിയമം നമ്മൾ പ്രായോഗികമാക്കുന്നത് ഈ ഗുരുതരമായ രോഗത്തിനുള്ള ഒരൊറ്റമൂലിയായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങളതിൻ്റെ ആ വാക്കിൻ്റെയൊക്കെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാകുകയില്ല എന്ന് വിചാരിക്കുന്നു. ചില രോഗങ്ങളൊക്കെ ചിലപ്പോൾ സങ്കീർണമായിരിക്കാം, അതിനുള്ള ചികിത്സകളും സങ്കീർണമായിരിക്കാം. പക്ഷേ ബന്ധങ്ങളുടെ ഉലച്ചിൽ എന്നുള്ള ഗുരുതരമായ പ്രശ്നത്തിൻ്റെ മുഖത്ത് ഈ ഒരൊറ്റ കാര്യം ചെയ്യാനായിട്ട് ഇടയായിട്ട് തീരുന്നത് അതിൽ തന്നെ നമ്മുടെ ബന്ധങ്ങൾ നന്നാകുന്നതിന് കാരണമായിട്ട് തീരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ആ ഉൾക്കാഴ്ച ഈ ബന്ധത്തിലും ഈ വാക്യത്തിൽ നിന്ന് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കട്ടെ. എന്തുകൊണ്ടാണ് ഈ ബന്ധങ്ങൾ ഉലയുന്നത് എന്നുള്ളത് നാം സൂക്ഷ്മതയോടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കേണ്ടതായ ഒരു കാര്യമാണ്. മനുഷ്യർ തമ്മിൽ സ്നേഹിക്കേണ്ട ആളുകൾ തമ്മിൽ സ്നേഹിക്കാൻ കഴിയാതെ എന്തുകൊണ്ട് ബന്ധങ്ങളിൽ ഉലച്ചിൽ സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാന കാരണം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മളിത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. നമ്മൾ വേദപുസ്തകം മുഴുവനും തന്നെ വായിക്കുകയും ചിന്തിക്കുകയും അതിൽ നിന്നുള്ള സന്ദേശങ്ങളൊക്കെ പല ആവർത്തി കേൾക്കുകയും ചെയ്യാനൊക്കെ ഇടയായിട്ട് തീർന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളിലൂടെയൊക്കെ നമ്മൾ പോയി കാണാനുള്ളതായ സാധ്യതയുണ്ട്. നമുക്കറിയാം, ആദ്യ പിതാവായ ആദാമിൻ്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ വിഷയത്തിൻ്റെ കാതലായൊരു കാരണം അവിടെ നിന്ന് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും. ആദാമിന് ദൈവത്തോട് മാത്രമേ ആദ്യം ബന്ധം ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കാരണം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആദ്യം ദൈവവും ആദാമും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ദൈവത്തോട് എന്തോ ഒരു മനോഹരമായ ബന്ധമാണ് ആദാം സൂക്ഷിച്ചിരുന്നതായി നമ്മൾ കാണുന്നത്. അതിൻ്റെ വാക്യമൊന്നും എടുത്ത് വായിക്കേണ്ട ആവശ്യമില്ല.
ദൈവം ആദാമിനെ സന്ദർശിക്കുകയും ആദാമിനോട് കൂടെ നടക്കുകയും ആദാമിന് വേണ്ടുന്ന വലിയ സ്നേഹവും കൂട്ടായ്മയും പകർന്നു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് നമുക്ക് ആദ്യ അധ്യായങ്ങളിൽ വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം ആദാമിനോട് കൂടെ വന്ന് ആദാമിന് നൽകുന്ന കൂട്ടായ്മയുടെ മനോഹാരിത നമുക്ക് വായിക്കുമ്പോൾ തന്നെ വളരെ കൊതി തോന്നും. കാരണം അങ്ങനെയുള്ള വളരെ മനോഹരമായ ബന്ധമാണ് ആദാമും ദൈവവുമായിട്ടുണ്ടായിരുന്നത് എന്ന് നമ്മൾ കാണുകയാണ്. നമുക്ക് അങ്ങനെ ആ ബന്ധത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കുന്ന ആളുകളാണ്. തുടർന്നുള്ള ബൈബിൾ ചരിത്രത്തിലേക്കൊക്കെ വരുമ്പോൾ ദൈവത്തോട് കൂടെ നടന്ന എത്രയോ ഭക്തന്മാരായിട്ടുള്ള ആളുകളെ നമുക്ക് ദൈവവചനത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ അങ്ങനെ ഒരാളുണ്ടല്ലോ. ആ പേരെന്ന് പറയാമോ? ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്ന ആളാണ്. ദൈവത്തോട് കൂടെ നടക്കുക എന്നുള്ളതും അങ്ങനെ ഹൃദ്യമായ ബന്ധം സൂക്ഷിക്കുക എന്നുള്ളതും മനുഷ്യന് സാധിക്കും എന്നുള്ളതായ വലിയ സത്യം നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നതായ കാര്യം, ആദാം ദൈവത്തോട് വളരെ നല്ല ബന്ധം സൂക്ഷിച്ചിരുന്ന നാളിൽ തനിക്കൊരു പുതിയ ബന്ധം ഉണ്ടായി. ആ ബന്ധം നമുക്കറിയാം. തനിക്ക് ഒരു ഭാര്യയെ, തക്കതായ തുണയെ ദൈവം ഉണ്ടാക്കി കൊടുത്തു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ആ ബന്ധം എത്രയോ മനോഹരമായിട്ടുള്ള ബന്ധമായിരുന്നു എന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ വാക്യമൊക്കെ നമുക്ക് പരിചയമുള്ളതായതുകൊണ്ട് അങ്ങ് പറഞ്ഞു പോകാം എന്ന് കരുതുന്നു. ആദാമിന് ഹവ്വയെ ദൈവം കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ആദാമിൻ്റെ വാക്കുകൾ നമ്മൾ പലപ്പോഴും കല്യാണ പ്രസംഗങ്ങളിലൊക്കെ ഓർക്കാറുണ്ട്. അപ്പോൾ മനുഷ്യൻ ഇതിപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു എന്ന് പറഞ്ഞാണ് ഹവ്വയെ സ്വീകരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. നമ്മളൊക്കെ അടുത്ത ബന്ധം പറയുമ്പോൾ സാധാരണ പറയുന്നത് എന്താണ്? രക്തബന്ധമാണ് എന്ന് പറയും. ഞങ്ങളുടെ കുടുംബത്തിൽ വളരെ കുറച്ച് അകന്ന ബന്ധമുള്ളൊരു സഹോദരിയെ 1-2 ആഴ്ചകൾക്ക് മുമ്പ് ഞാനും കേസും കൂടെ പോയി, രാമംഗലത്തിനടുത്താണ് താമസിക്കുന്നത്, പോയി കാണാനിടയായിട്ട് തീർന്നു. അപ്പോൾ ആ സഹോദരി നല്ല പ്രായമുള്ള ഒരാളാണ്, ഒരു ടീച്ചറാണ്. അവർ പറഞ്ഞു, രക്തബന്ധമല്ലേ, ആ രക്തബന്ധത്തിന് അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ആ സഹോദരി പറഞ്ഞ വാക്കുകൾ അതുപോലെ ഞാൻ പറയുന്നില്ല, വളരെ ഹൃദ്യമായ നിലയിലാണ് ആ സന്ദർശനത്തിൽ ആ സഹോദരി സംസാരിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അപ്പോൾ രക്തബന്ധം അങ്ങനെ വളരെ ശ്രേഷ്ഠമേറിയ ബന്ധമായിട്ട് പൊതുവെ കണക്കാക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഉൽപ്പത്തി 2:23 രക്തബന്ധത്തേക്കാൾ അപ്പുറമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് ആദാം പറയുന്നതായിട്ട് നാം കാണുന്നത്. ഇതെൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. അപ്പോൾ കുടുംബ ബന്ധം, ഭാര്യാഭർത്തൃബന്ധം എത്രയോ മഹത്തരമായ ബന്ധമാണ് എന്നുള്ളത് അവിടെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ഈ ആദാം അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസമാകുന്നു എന്നൊക്കെ പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അതുപോലെ തന്നെയായിരുന്നു. ആദാമിനൊരു ഗാഠനിദ്ര വരുത്തി അവൻ്റെ അസ്ഥിയിൽ നിന്ന് ഒരസ്ഥി എടുത്താണല്ലോ ഹവ്വയെ ഉണ്ടാക്കുവാനിടയായിട്ട് തീർന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആ ബന്ധത്തിൻ്റെ മഹത്വം ആ വാക്കുകളിൽ ആദാം ആസ്വദിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ഇവിടെ ഞാനൊരു പൊതുപ്രമാണം നിങ്ങളുടെ അറിവിന് വേണ്ടി, നിങ്ങൾക്ക് അറിയാമായിരിക്കും എങ്കിലും ഞാനൊന്ന് ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. രക്തബന്ധത്തേക്കാൾ ശക്തമാണ് ഉടമ്പടി ബന്ധം. ഉടമ്പടി ബന്ധം നമ്മളത് പലപ്പോഴും ഓർക്കുന്നതായൊരു കാര്യമാണ്. രക്തബന്ധത്തേക്കാൾ എത്രയോ ശക്തമാണ് ഉടമ്പടി ബന്ധം. അപ്പം അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ കർത്താവുമായിട്ടുള്ളതായ ബന്ധം, അതിന് രക്തബന്ധമുണ്ട്,
പക്ഷെ നാം കർത്താവുമായൊരു ഉടമ്പടി ചെയ്ത് എത്രയോ മനോഹരമായ ബന്ധത്തിലേക്കാണ് ആത്മീകമായി വരുവാൻ ഇടയായിട്ട് തീർന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് എല്ലാറ്റിലും എല്ലാമാണ്. അത് നമ്മൾ പലപ്പോഴും ഓർക്കാറുണ്ട്, ചിലപ്പോഴൊക്കെ പാടാറുണ്ട്. പ്രസിദ്ധമായൊരു പാട്ടിൽ ഒരു അന്ധയായ സഹോദരി പാടിയുള്ള പാട്ടിൻ്റെ ട്രാൻസ്ലേഷനിൽ നമ്മൾ ഇടയ്ക്ക് ഒക്കെ ഓർക്കാറുണ്ട്, നീ എൻ കർത്താവും സ്നേഹിതനും. ഓർക്കേണ്ട ബാക്കി ആത്മഭർത്താവും സകലവും എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവുമായിട്ട് നമുക്കുണ്ടായിട്ടുള്ള ബന്ധം എത്രയോ ശ്രേഷ്ഠമേറിയ ബന്ധമാണ്. അപ്പോൾ ആ ബന്ധത്തിൻ്റെ നിഴലാണ് ദൈവം നമുക്ക് തന്നുള്ള കുടുംബജീവിതത്തിലുള്ള ബന്ധം എന്നുള്ളത് നമ്മൾ ഓർക്കുവാൻ ഇടയായിട്ട് തീരണം. അപ്പം അതുകൊണ്ടാണ് വിവാഹം ഒരു ഉടമ്പടി ബന്ധമാണ്. ഉടമ്പടി ബന്ധത്തിലേക്ക് നമ്മൾ വരുമ്പോൾ രണ്ട് നാട്ടിൽ നിന്നും രണ്ട് കുടുംബങ്ങളിൽ നിന്നുമൊക്കെ ആളുകൾ ദൈവം അവരെ വിശുദ്ധമായ വിവാഹത്തിൽ യോജിപ്പിക്കുമ്പോൾ എത്രയോ മനോഹരമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഗാഢമായിട്ടുള്ള ബന്ധത്തിലേക്കാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് നമുക്കിവിടെ ഓർക്കാനായിട്ട് സാധിക്കും. ഞാൻ രണ്ട് വാചകം ഇവിടെ പറയുന്നത്, പ്രിയപ്പെട്ടവരെയും, നമ്മുടെ കുടുംബജീവിതങ്ങൾ പലപ്പോഴും പോകേണ്ടതുപോലെ പോകാതിരിക്കുന്നതിന് ഒരു കാരണം ഈ ബന്ധം ഇത്രയും ശ്രേഷ്ഠമായ ബന്ധമാണെന്ന് നമുക്ക് പലപ്പോഴും തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല. നമ്മുടെ നാട്ടിലേക്കൊക്കെ നോക്കിയാൽ നമുക്കത് മനസ്സിലാവുകയുമില്ല. കാരണം വിവാഹത്തെ സംബന്ധിച്ച് നമ്മുടെ തലമുറയിലുള്ള ആളുകൾക്ക് വളരെ വികലമായിട്ടുള്ള ധാരണകളും ചിന്തകളുമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചിലരൊക്കെ വിവാഹം വേണ്ട എന്നും ഒരുമിച്ചൊക്കെ പാർത്താൽ മതി എന്നൊക്കെ ഉള്ളതായ വ്യതിചലനത്തിലേക്ക് വന്നു പോയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം അതിപ്രസരമുള്ള ഈ തലമുറയിൽ നമുക്ക് വിജയകരമായി കുടുംബജീവിതം നയിക്കാനായിട്ട് സാധിക്കണം എന്ന് വരികിൽ ദൈവം തന്നിട്ടുള്ള ഈ ബന്ധത്തിൻ്റെ മഹത്വം നമ്മൾ ഉൾക്കൊണ്ട് ആ അടിസ്ഥാനത്തിൽ കുടുംബം പണിയുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുവാനായിട്ട് സാധിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് അതിനാവശ്യമായ ദൈവകൃപ നൽകട്ടെ. പക്ഷേ നമുക്കറിയാം, ഈ ആദാമിനുണ്ടായിരുന്ന ഈ അറിവ് ആര് പഠിപ്പിച്ചതാണ്? അത് വേറെ ആരും പഠിപ്പിക്കാനായിട്ടുണ്ടായിരുന്നില്ല. ദൈവം തന്നെ ആദാമിന് കൊടുത്ത ഒരു അറിവായിട്ടാണ് നമുക്കതിനെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ വിവാഹത്തിനൊക്കെ പ്രീ മരീറ്റൽ കൗൺസിലിങ്ങും ക്ലാസ്സുകളും ഒക്കെ ചിലപ്പോൾ എടുക്കാറുണ്ട്. ഇതൊന്നും എടുത്തില്ലെങ്കിലും ദൈവം തൻ്റെ സൃഷ്ടിയിൽ ഈ വലിയ ബന്ധത്തിൻ്റെ മഹത്വം മനോഹരമായിട്ട് വെളിപ്പെടുത്തുവാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. നമുക്കത് എത്രയോ വ്യക്തമായിട്ടറിയാം. ദൈവത്തിൻ്റെ വചനത്തിൽ അത് വളരെ കൃത്യമായിട്ടും നമ്മെ പഠിപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വാക്യം മനസ്സിൽ വെച്ചുകൊണ്ട്, നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന, ഈ വചനം കേൾക്കുന്ന എല്ലാ ഭർത്താക്കന്മാർക്കും നമ്മുടെ കുടുംബ ബന്ധം ശരിയാണെങ്കിൽ ആദാം പറഞ്ഞ ഈ വാക്ക് സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് സാധിക്കണം. ഇതെൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയാണ്, എൻ്റെ മാംസത്തിൽ നിന്ന് മാംസമാണ്. അതുകൊണ്ട് ഈ വാക്യം മനഃപ്പാഠം പഠിക്കാത്തവർ നിശ്ചയമായിട്ടും പഠിക്കണം. ഇടയ്ക്കിടയ്ക്ക് അത് പറഞ്ഞ് നമ്മെ ദൈവം കൊണ്ടുവന്നിട്ടുള്ള ഈ ബന്ധത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കി അത് പുതുക്കി ജീവിക്കാനായിട്ട് സാധിക്കണം. അല്ലെങ്കിൽ ഈ തലമുറയുടെ വഴിതെറ്റിയ ഒഴുക്കിൽ നമ്മളും പെട്ടുപോകുന്നതിനുള്ളതായ വലിയ സാധ്യതയുണ്ട്. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ ബന്ധം ഏറ്റവും ശരിയായി സൂക്ഷിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കാം. 23-ാമത്തെ വാക്യത്തിൽ ആദാം അത് പറഞ്ഞിട്ട് 24-ാമത്തെ വാക്യത്തിൽ നാം സാധാരണ ഓർക്കുന്നൊരു സത്യം വിവാഹത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. അടുത്ത വാചകം എന്താണ്? അവർ ഏകദേഹമായി
തീരും. അപ്പോൾ വിവാഹം അതിൽ തന്നെ എത്രയോ മഹത്തരമായിട്ടുള്ളതായ ബന്ധമാണ്. രണ്ട് വ്യക്തികളെ വിശുദ്ധ വിവാഹത്തിൽ ദൈവം യോജിപ്പിച്ച് ഒന്നാക്കി തീർക്കുന്ന ബന്ധമാണ് വിവാഹബന്ധം. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ബന്ധത്തിൻ്റെ മഹത്വവും പവിത്രതയും അതിൻ്റെ ഗൗരവത്തിൽ സൂക്ഷിക്കാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം, ആദാമിന് ദൈവത്തോട് നല്ല ബന്ധമുണ്ടായിരുന്നു. ദൈവം കൊണ്ടുകൊടുത്ത ഭാര്യയോടും വളരെ നല്ല ബന്ധത്തിലാണ് ആ കുടുംബജീവിതം ആരംഭിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. പക്ഷെ 3-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ അത് മാറി. 3-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം നമുക്ക് ഒന്ന് വായിച്ചു പോകാം. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന സത്യമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഓർപ്പിച്ചുണർത്തുന്നത് നമ്മൾ തെറ്റിപ്പോകാതെ പോകാൻ ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഉൽപ്പത്തി 3-ന്റെ 12-ാം വാക്യം ഒന്ന് വായിച്ചോളൂ. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യം, 2-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു ടോണാണ് 3-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. പറയുന്നത് ഒരേ ആൾ തന്നെയാണ്. 2-ന്റെ-21 പറയുന്ന ആദാം തന്നെയാണ്. 3-ന്റെ-12 പറയുന്നതായിട്ട് ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ നമ്മളതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ ആവശ്യമുണ്ട്. ഇതിനിടയിൽ എന്താണ് സംഭവിച്ചത്? എന്താ സംഭവിച്ചതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ, പിശാചിനാൽ മനുഷ്യൻ പരീക്ഷിക്കപ്പെട്ടു, സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചു, അവൾ ആ ചതിയിൽ വീണു, അവൾ ഫലം പറിച്ചു തിന്നു, അവളുടെ ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. അപ്പോൾ ആദാമിന് ദൈവത്തോടുണ്ടായിരുന്ന ഏറ്റവും മനോഹരമായ ബന്ധം അവിടെ നഷ്ടപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു. ദൈവം പിന്നെയും ആദാമിനെ അന്വേഷിച്ച് വരികയാണ്. ദൈവം ആദാമിനെ അന്വേഷിച്ച് വരുന്നു. ആദാം ദൈവത്തിൽ നിന്ന്, ആദാമും ഹവ്വയും ആവോളം ഒളിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. ആ ചരിത്രമെല്ലാം നമുക്ക് വളരെ ഭംഗിയായിട്ടറിയാം. ദൈവത്തോടു കൂടെ സന്തോഷത്തോടു കൂടെ കൂട്ടായ്മ ആചരിച്ചിരുന്ന ആദാം തൻ്റെ ഭാര്യയോടുകൂടെ ദൈവത്തിൽ നിന്നും ഒളിക്കുന്നു എന്നുള്ളതാണ് 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കട്ടെ, അവിടെ ആദാമിൻ്റെ ടോണിലുണ്ടായ വ്യത്യാസത്തിന് ഒരടിസ്ഥാനപരമായ കാരണമുണ്ട്. ആദാമിന് ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടപ്പോൾ ആ ബന്ധനഷ്ടം ഇവിടെ മനുഷ്യർക്ക് തമ്മിലുള്ളതായ ബന്ധത്തിൽ പ്രതിഫലിക്കുവാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളതാണ് നാം ഇവിടെ കാണുന്നത്. അതുകൊണ്ട് ഈ വലിയ സത്യം ഇന്ന് രാത്രിയിൽ നമ്മളെല്ലാവരും അംഗീകരിക്കണം. കാരണം മനുഷ്യരോടുള്ള ബന്ധം നഷ്ടപ്പെടുമ്പോൾ അതിനു മുമ്പ് ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുന്നു എന്നുള്ളത് വളരെ ഗൗരവതരമായൊരു അടിസ്ഥാന സത്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സമൂഹത്തിൻ്റെ ഒരു തിന്മയായിട്ടാണ് ഈ ബന്ധങ്ങളുടെ ഉലച്ചിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും സഭയിലാണെങ്കിലും ബന്ധങ്ങൾ ഉലയുന്നതിൻ്റെ പിമ്പിൽ അടിസ്ഥാന കാരണം ഇതാണെന്ന് നമുക്ക് മനസ്സിലാക്കി സമ്മതിക്കാനായിട്ട് സാധിച്ചാൽ, ബന്ധങ്ങൾ ഉലയുമ്പോൾ ആദ്യം എവിടെ ക്രമപ്പെടാനായിട്ട് ശ്രമിക്കും? ദൈവത്തോടുള്ള ബന്ധത്തിൽ വന്ന ഉലച്ചിലിന്
പരിഹാരം വരുത്താനായിട്ട് ശ്രമിക്കണം. മനുഷ്യരോടുണ്ടായ ഉലച്ചിൽ ചിലപ്പോൾ കുറച്ച് നേരം ഇരുന്ന് വർത്തമാനം പറഞ്ഞോ ഒരു മധ്യസ്ഥൻ വന്നിരുന്ന് സംസാരിച്ചോ ഒക്കെ ചിലപ്പോൾ പുറമേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റി എന്ന് വരാം. പക്ഷേ ഈ ഒരു ബന്ധത്തിൻ്റെ ഉലച്ചിൽ പരിഹരിക്കേണ്ട വിധം പരിഹരിക്കുവാൻ ഇടയായിട്ട് തീരണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് എവിടെ തെറ്റിയോ അവിടെ ക്രമപ്പെടുവാൻ ഇടയായിട്ട് തീരണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ബന്ധങ്ങളുടെ ഉലച്ചിലുകളിലൊക്കെ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് വരികിൽ ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതൊക്കെയാണ് എന്ന് പറഞ്ഞ് അതിനെ നിസാരവൽക്കരിക്കുവാൻ ഇടയായിട്ട് തീരാതെ അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ദൈവത്തോടുണ്ടായ ബന്ധത്തിൻ്റെ ഉലച്ചിലാണോ എന്നുള്ളത് പരിശോധിക്കുവാനോ ഉലച്ചിലാണെങ്കിൽ അത് പരിഹരിച്ച് ക്രമപ്പെടുവാനും സാധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. സദൃശവാക്യത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, ഒരുത്തൻ്റെ വഴികൾ യഹോവയ്ക്ക് പ്രസാദമായിരുന്നാൽ, ബാക്കിയൊന്ന് പറയാമോ? അവൻ്റെ ശത്രുക്കളെ പോലും അവനോട് ഇണക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ വഴികൾ പ്രസാദമായിരുന്നാൽ ദൈവം ഒരു വാഗ്ദത്തം തരികയാണ്, ശത്രുക്കളെ പോലും ഇണക്കും. ഇണക്കുന്നത് ആരായിരിക്കും? ഇണക്കുന്നത് ദൈവമായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ബന്ധങ്ങളുടെ ഉലച്ചിലുകളുടെ കാരണം, കാതലായ കാരണം ഇതാണ് എന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് നമ്മുടെ ദൈവത്തോടുള്ള ബന്ധം ഏറ്റവും ശരിയായി സൂക്ഷിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടു കൂടി ഉറപ്പുവരുത്തുവാനായിട്ട് സാധിക്കട്ടെ. നമുക്കറിയാം, 3-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആദാം പറയുന്നതായ വാക്കുകൾ, അതിൻ്റെ വ്യത്യസ്തത നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ്. തൻ്റെ ഭാര്യയെ കുറ്റപ്പെടുത്തുകയാണ്. ഇതെൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവും ആയിരിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു തുടങ്ങിയ ആദാം ഇപ്പോൾ പറയുന്നത്, നീ എന്നോടുകൂടി ഇരിപ്പാൻ തന്ന സ്ത്രീ തന്നു, ഞാൻ തിന്നു. അതൊക്കെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. തൻ്റെ ഭാര്യയെ കുറ്റപ്പെടുത്തുന്നു, പിന്നെ ആരെയും കൂടെ കുറ്റപ്പെടുത്തുകയാണ്. ഭാര്യയെ കൊടുത്ത ദൈവത്തെയും കൂടെ കുറ്റപ്പെടുത്തുക. എന്തൊരു ആളുകളാണ് ഭാര്യയെ കുറ്റപ്പെടുത്തുന്നത് കൂടാതെ ഈ ഭാര്യയെ ഇങ്ങനെ കിട്ടിയല്ലോ, ഒരുപക്ഷെ അത് ആലോചിച്ച ആളുകളെയോ അല്ലെങ്കിൽ വേറെ പല ആളുകളെയോ ഒക്കെ കുറ്റപ്പെടുത്തി ഇങ്ങനെ ജീവിതം ആയുസ് മുഴുവനും ചെലവിടുവാനിടയായിട്ട് തീരുന്നത്. പ്രിയപ്പെട്ടവരെയും, ആദാമിൻ്റെ ഈ ടോൺ പലപ്പോഴും നാം സാധാരണ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ടോണാണ് എന്നുള്ളത് വളരെ സൂക്ഷ്മതയോടുകൂടി വിലയിരുത്താനായിട്ട് സാധിക്കണം. നമ്മളിവിടെ വഴി തെറ്റുന്നില്ല എന്നുള്ളത് അതിസൂക്ഷ്മതയോടു കൂടി ഉറപ്പുവരുത്തുവാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ ബന്ധങ്ങളുടെ ഉലച്ചിൽ അടിസ്ഥാനപരമായിട്ടും ദൈവത്തോടുള്ള ബന്ധത്തിൽ വരുന്ന ഉലച്ചിലിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. പിന്നെ നമ്മുടെ മറ്റൊരു സത്യം കൂടി കാണുന്നത്, അത് ഞാൻ വിശദീകരിക്കുന്നില്ല, ആദാമിൻ്റെയും ഹവ്വയുടെയും ബന്ധം മോശമായി എന്ന് മാത്രമാണോ? അവരുടെ അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ 2 സഹോദരന്മാർ, അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഉലച്ചിൽ ഒരു സഹോദരൻ്റെ കൊലപാതകത്തിൽ കലാശിച്ചു എന്നുള്ളതാണ് ഈ തുടക്ക ചരിത്രത്തിൽ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ തുടക്ക ചരിത്രം അതിൽ തന്നെ നമുക്ക് ഏത് കാലഘട്ടത്തിലും സൂക്ഷിക്കാനുള്ള നിയമമായിട്ട് ഇരിക്കുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയാണ്. അപ്പോൾ ഇതാണ് പൊതുവെ മനുഷ്യവർഗത്തിൻ്റെ അവസ്ഥയായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യർക്ക് ഏറ്റവും നല്ല ബന്ധം സൂക്ഷിച്ച് എങ്ങനെ പോകാനായിട്ട് കഴിയും, അതാണ് ഞാനിവിടെ തുടർന്ന് ചുരുങ്ങിയ വാക്കുകളിൽ ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെയും, നാം ഇതിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിച്ചവരായ ആളുകളാണ്. നാം പാപത്തിൽ പിശാചിൻ്റെ മക്കളായിട്ട് ജനിച്ച ആളുകളാണ്. പക്ഷേ നമുക്ക് ദൈവത്തിൽ നിന്ന് ജനിക്കാനുള്ളതായ വലിയ ഭാഗ്യമുണ്ടായ
ആളുകളാണ്. ആ വാക്യം വായിക്കേണ്ട ആവശ്യമില്ല. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഓർക്കാൻ ഇടയായിട്ട് തീർന്നല്ലോ. നമ്മൾ പുതിയ സൃഷ്ടികളായിട്ട് തീർന്ന ആളുകളാണ്. പുതിയ സൃഷ്ടികളായിട്ട് തീർന്ന ആളുകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും, നാം ദൈവത്തിൽ നിന്ന് ജനിച്ച ആളുകളാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവരിൽ ആരുടെ വിത്താണ് വസിക്കുന്നത്? ദൈവത്തിൻ്റെ വിത്താണ് വസിക്കുന്നത്. ഞാനത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. 1 പത്രോസ് 1:23 വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് അത് വിശദീകരിക്കുമ്പോൾ ആ വിത്ത് എന്താണ് എന്ന് പറയുന്നുണ്ട്. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ, അടുത്ത വാക്കെന്താ? ദൈവവചനത്താലാണ് നാം വീണ്ടും ജനിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിക്കുന്ന ആളുകൾക്കും ഈ പ്രമാണം അക്ഷരാർത്ഥത്തിൽ സാധിക്കുന്നിടത്തോളം പ്രായോഗികമാക്കാനായിട്ട് സാധിച്ചാൽ ചില വിജയങ്ങളൊക്കെ അവർക്കും കൈവരിക്കാനായിട്ട് കഴിയുമായിരിക്കാം. പക്ഷേ ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കുന്നത്, പ്രിയപ്പെട്ടവർ, നമ്മളങ്ങനെ ഭാഗിക വിജയം ആസ്വദിച്ച് ജീവിക്കേണ്ട ആളുകളല്ല. പിന്നെയോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും എന്ത് വിജയമാണ്? പൂർണ്ണ വിജയം പ്രാപിച്ച് ജീവിക്കേണ്ടുന്നവരായ ആളുകളാണ്. അപ്പം അതുകൊണ്ട് ദൈവമക്കളായ നമുക്ക് ഈ കാര്യം സാധിക്കും എന്നുള്ളതായ സത്യം അവിടെ നമ്മൾ കാണുകയാണ്. 2 കൊരിന്ത്യർ 5:17 എല്ലാവർക്കും അറിയാമായിരിക്കാം. 18 അത്രയും പരിചയം കാണുകയില്ലല്ലോ. അതുകൊണ്ട് 18-ാം വാക്യം ജസ്റ്റ് ഒന്നങ്ങ് വായിച്ച് മാത്രം പോകാം എന്ന് ഞാൻ കരുതുന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ നാം കാണുന്നൊരു കാര്യം, പ്രിയപ്പെട്ടവരെ, ഈ പുതിയ സൃഷ്ടികളായ നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു. റോമർ 5-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ഒന്ന് പൂരിപ്പിക്കാമോ? ദൈവത്തോട് സമാധാനം ഉണ്ട്. അപ്പോൾ നാം രക്ഷിക്കപ്പെട്ടപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തോടുള്ള ആ വലിയ സമാധാനത്തിലേക്ക് വരുവാൻ നമുക്ക് സാധിച്ചു. പിന്നെ ഈ വാക്യത്തിൽ പറയുന്നത്, നമ്മൾ ദൈവത്തോട് സമാധാനമുള്ളവരാകൊണ്ട് മനുഷ്യരോടും സമാധാനമുള്ളവരായി നിരപ്പുള്ളവരായി ജീവിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വം ഉണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല. അതിൻ്റെ 3-ാമത്തെ സ്റ്റെപ്പ് കൂടി ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നമുക്ക് മനുഷ്യരോട് സമാധാനമുള്ളവരായിട്ട് ജീവിച്ചാൽ മാത്രം പോരാ, നമുക്ക് വലിയൊരു നിയോഗം ദൈവം തന്നിട്ടുണ്ട്. ആ നിയോഗം സുവിശേഷം അറിയിക്കാനുള്ള നിയോഗമാണ്. സുവിശേഷം അറിയിക്കുമ്പോൾ നമ്മൾ ലോകത്തോട് എന്ത് സന്ദേശമാണ് അറിയിക്കുന്നത്? ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്നുള്ള സന്ദേശമാണ് അറിയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വാക്യത്തിലുള്ള 3 സത്യങ്ങൾ അതിൽ തന്നെ എത്രയോ മനോഹരമാണ്. നമ്മെ ദൈവത്തോട് ദൈവം നിരപ്പിച്ചു, നമുക്ക് ഇവിടെ നിരപ്പുള്ളവരായിട്ട് ജീവിക്കാനുള്ള സാധ്യത തന്നു. അതുമാത്രമല്ല, അനേകരെ ദൈവത്തോട് നിരപ്പിക്കാനുള്ള ആ വലിയ ശുശ്രൂഷയും ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതായ ആ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം എത്ര ഉന്നതമായ അനുഭവത്തിലേക്കും ഉത്തരവാദിത്വത്തിലേക്കും വന്നിട്ടുള്ളവരാണ് എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കട്ടെ. അതുകൊണ്ട് ഈ വലിയ ഉത്തരവാദിത്വം നമുക്ക് തിരിച്ചറിഞ്ഞ് അത് വിശ്വസ്തമായി നിർവഹിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കാം. അപ്പോൾ ആ വലിയ ശുശ്രൂഷയെക്കുറിച്ചാണ്, ആ ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് ഈ സുവർണ്ണ നിയമത്തിൽ നമ്മുടെ കർത്താവ് ഈ പ്രസംഗത്തിൽ നമ്മെ പഠിപ്പിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. ഞാനതിൻ്റെ ആദ്യത്തെ വാക്ക് മാത്രം ഇന്ന് ഒന്ന് എടുത്ത് പറയാം എന്ന് കരുതുകയാണ്.
ഈ 12-ാമത്തെ വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, എങ്കിലും ഈ വാക്യം പറയുമ്പോൾ അത് പറയാതിരിക്കാൻ പറ്റുകയില്ലല്ലോ. അപ്പോൾ നമ്മുടെ കർത്താവ് ഈ സുവർണ നിയമം പറയുന്നത് ഒരു കുടുംബത്തിൽ എങ്ങനെ വിജയകരമായിട്ട് ബന്ധം സൂക്ഷിച്ച് പോകാമെന്ന് പറയാനല്ല, ഒരു സഭയിൽ എങ്ങനെ വിജയകരമായ ബന്ധം സൂക്ഷിച്ച് പോകാമെന്ന് പറയാനുമല്ല ഈ നിയമം പറയുന്നത്. പിന്നെ എന്തിനാണെന്ന് നിങ്ങൾ പറയണം. എന്തിനാണ്? മനുഷ്യരോട് ഈ നിയമം പാലിച്ച് ജയാളികളായി ജീവിക്കുവാൻ സാധിക്കണം. നമുക്ക് ഈ മേഖലയിൽ വലിയ തെറ്റിദ്ധാരണകളാണ്. എനിക്ക് തെറ്റിദ്ധാരണ വിശദീകരിക്കാനൊരു വിഷമമുണ്ട്, എങ്കിലും അത് തെറ്റിദ്ധാരണ ഒന്ന് സൂചിപ്പിക്കാതെ പോകാനും പ്രയാസമാണല്ലോ. നമ്മിൽ പലരും വിചാരിക്കുന്നത് ഒരു സഭയിൽ ചില ആളോട് ചില പിണക്കോ പ്രയാസമോ ബന്ധത്തിൻ്റെ ഉലച്ചിലോ ഉണ്ടായാൽ വേറൊരു സഭയിൽ പോയാൽ മതി എന്നാണ് വിചാരിക്കുന്നത്. ഇത് എവിടെ നിന്ന് പഠിച്ച പ്രമാണമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു പ്രമാണമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ ഗൗരവമായി ഇത് ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ രോഗം വല്ലാത്തൊരു രോഗമാണ്, വല്ലാത്തൊരു തെറ്റിദ്ധാരണയുമാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ആ വഴിയിൽ ആർക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ വഴി ആരും തിരഞ്ഞെടുക്കരുത് കേട്ടോ. ഇത് വളരെ അപകടം പിടിച്ചതായൊരു വഴിയാണ്. നമ്മുടെ കർത്താവ് എന്തോ ഒരു മനോഹരമായ പാഠമാണ് ഈ വിഷയത്തിൽ നമ്മെ പഠിപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് ഇവിടെ പറയുകയാണ് മനുഷ്യരോട്. അപ്പോൾ ക്രിസ്തുമാർഗം എന്നുള്ളത് കേവലം സാഹോദര്യ ബന്ധത്തിൽ ശരിയായി പോകാനുള്ള മാർഗം മാത്രമല്ല, സകല മനുഷ്യരോടും ശരിയായ ബന്ധം സൂക്ഷിച്ചു പോകാനുള്ള വലിയ ഉത്തരവാദിത്വമാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മളൊരു പ്രസംഗമല്ലേ പഠിച്ചു വരുന്നത്, പ്രസംഗത്തിൻ്റെ ഒടുവിലത്തേക്ക് വന്നു. ഈ സത്യം നമ്മുടെ കർത്താവ് ഈ പ്രസംഗത്തിൽ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് പറഞ്ഞത്? നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതെനിക്കൊരു സന്തോഷമാണല്ലോ. പറയാൻ പറ്റും? 6-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് നാം വിശദമായി പഠിച്ചതായ ആ പ്രാർത്ഥന പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ 14ഉം 15ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, വായിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നല്ല പരിചയമുള്ള വാക്യമല്ലേ. മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കും. അതേ കാര്യം തന്നെ 15ാമത്തെ വാക്യത്തിൽ തിരിച്ച് കർത്താവ് പറയുകയാണ്, മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിക്കാൻ ഞാൻ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. ഈ 14ാം വാക്യത്തിൽ പറഞ്ഞ കാര്യം പിന്നെ എന്തിനാ കർത്താവ് ഒന്നുകൂടി എടുത്തു പറഞ്ഞത്? ഇത് ഒരു പ്രാവശ്യമൊന്നും പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് നമ്മുടെ കർത്താവ് അതിൻ്റെ എല്ലാ പ്രാധാന്യവും വ്യക്തമാക്കുമാറ് അത് ചൂണ്ടിക്കാണിക്കുക. ഞാൻ ആ വാക്യം വിശദീകരിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, നമ്മുടെ ഗുരുനാഥൻ്റെ മാർഗം ഈ ലോകത്തിൽ ഒരു മനുഷ്യനോടും വഴക്കോ പിണക്കോ കൂടാതെ എനിക്കും നിങ്ങൾക്കും ജീവിക്കാൻ സാധിക്കുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ളതായ മാർഗമാണ്. നമ്മെ കർത്താവ് എന്ത് വെളിച്ചത്തിലേക്കാണ് കൊണ്ടുവന്നത്? ഈ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ നമ്മുടെ പ്രാണപ്രിയൻ കൊടുത്ത വില, തൻ്റെ ജീവനായ രക്തം വില കൊടുത്താണ് ഈ വെളിച്ചത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ മേഖലയിൽ എവിടെ നിൽക്കുന്നു എന്നുള്ളത് വളരെ സൂക്ഷ്മതയോടുകൂടി പരിശോധിച്ച് ക്രമപ്പെടേണ്ടതിന് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആ വാക്യം നമ്മൾ ചിന്തിച്ചപ്പോൾ മർക്കോസ് സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങൾ നമ്മൾ ചേർത്ത് ഓർത്തായിരുന്നു. അത് ഓർത്തിട്ടുള്ള കാര്യമാകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോകാം എന്ന് കരുതുകയാണ്. നീ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ നിനക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ.
അപ്പോൾ നമ്മുടെ കർത്താവ് പഠിപ്പിക്കുന്നത് ആരോടും ഒന്നുമില്ലാതെ, ആരോടും വഴക്കും പിണക്കവുമില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുന്ന വലിയ സാധ്യതയിലേക്കാണ് സ്വർഗത്തിലെ ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കുക, ഇങ്ങനെ ജീവിക്കാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഈ വീട്ടിലും സഭയിലും ഒക്കെ ആളോട് പിണക്കാണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവിന് എന്തു വിഷമമുള്ളതായ കാര്യമായിരിക്കും. കാരണം നമുക്ക് തന്നിട്ടുള്ളതായ ടാർജറ്റ്, നമുക്ക് തന്നിട്ടുള്ളതായ ലക്ഷ്യം എത്രയോ ഉന്നതമാണ്, എത്രയോ ഉന്നതമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വലിയ നിലവാരത്തിലേക്ക് നമ്മെ തന്നെ കൊണ്ടുവരാനായിട്ട് സാധിക്കട്ടെ. നമുക്ക് ഈ കൂടിയിരിക്കുന്ന ആളുകൾക്ക് ഇത് സാധിച്ചാൽ അത് തന്നെ എത്രയോ അനുഗ്രഹീതമായൊരു കാര്യമായിരിക്കും. അപ്പോൾ നമ്മുടെ കർത്താവ് ഈ സുവർണ നിയമം പറയാൻ തുടങ്ങുമ്പോൾ പറയുകയാണ്, മനുഷ്യരോട് ഈ നിയമം പ്രായോഗികമാക്കി ജീവിക്കണം. ഒരുപക്ഷെ ഞാനിത് പറഞ്ഞു വന്നപ്പോൾ റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ എന്തുകൊണ്ടാണ് പറയാത്തതെന്ന് പരിചയമുള്ളവർക്ക് തോന്നിക്കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ മറ്റ് പരിചയമുള്ള വാക്യങ്ങൾ വായിക്കാതെ അങ്ങ് പറഞ്ഞിട്ട് ഇത് പറയാമെന്ന് വിചാരിച്ചാണത് അന്നേരം പറയാതിരുന്നത്. നമുക്ക് ആ 2 വാക്യങ്ങൾ വായിക്കാം, സമയം തീരാൻ പോവുകയാണെങ്കിലും അത് വായിച്ച് ഉപസംഹരിക്കാം. ഈ 3 തിരുവെഴുത്തുകൾ നമ്മോട് ഒരുമിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സത്യത്തിൽ നമ്മൾ തെറ്റുന്നില്ല എന്നുള്ളത് സൂക്ഷ്മതയോടുകൂടി ഉറപ്പാക്കേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അപ്പോൾ അവിടെ എന്തു മനോഹരമായിട്ടാണ് ഈ സത്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നതായി നമ്മൾ കാണുന്നത്. അല്ല, വേറെ വാക്കുകളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. സകല മനുഷ്യരുടെയും മുമ്പിൽ. അപ്പോൾ ഈ പ്രമാണം റോമിലെ വിശ്വാസികൾക്ക് എഴുതി കൊടുക്കുമ്പോൾ അവരുടെ സഭയിൽ പ്രായോഗികമാക്കാനല്ല, പിന്നെയോ സകല മനുഷ്യരുടെയും മുമ്പിൽ. പിന്നെ അടുത്ത വാക്യത്തിൽ കഴിയുമെങ്കിൽ നിങ്ങളാലാവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും. അപ്പോൾ അവിടെ ഒരു എക്സ്ക്യൂസാണോ, ചിലയാളുടെ എക്സ്ക്യൂസായി കാണുമോ എന്നെനിക്കൊരു ഭയമുണ്ട്. കഴിയുമെങ്കിൽ, കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ മതിയോ? പോരാ, അതിനൊരു ലളിതമായ അർത്ഥമുണ്ട്. അതുമാത്രം ഞാനൊന്ന് സൂചിപ്പിച്ച് നിർത്താം എന്ന് ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കഴിയുമെങ്കിലെന്ന് പറഞ്ഞാൽ നിൻ്റെ ഭാഗത്ത് നിന്ന് സാധിക്കുമെങ്കിൽ, നിന്നാൽ കഴിയുമെങ്കിൽ നീ സകല മനുഷ്യരോടും സമാധാനമായിരിക്കണം. ചില ആളോട് സമാധാനമായിരിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചാലും അവർ ചിലപ്പോൾ സമ്മതിച്ചു എന്ന് വരില്ല. അവിടെ നമ്മൾ നിസ്സഹായരാണ്. പക്ഷേ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമോ, എന്തെല്ലാം വിട്ടുവീഴ്ചകൾ ചെയ്യണമോ അതെല്ലാം ചെയ്ത്, ക്ഷമിക്കേണ്ടതെല്ലാം ക്ഷമിച്ച്, നമ്മുടെ ഭാഗത്ത് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായി പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കി ജീവിക്കാനായിട്ട് സാധിക്കണം. ഞാൻ സദൃശവാക്യം 16-ാം അധ്യായത്തിലെ ആ പ്രമാണം വെച്ച് ചില വിഷയങ്ങളിൽ പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവ് ഇങ്ങനെയൊരു പ്രമാണമുണ്ടല്ലോ, ഒരുത്തിൻ്റെ വഴികൾ യഹോവയ്ക്ക് പ്രസാദമായിരുന്നാൽ അതിൻ്റെ ശത്രുക്കളെ പോലും അവനോട് ഇണക്കുമെന്നുള്ളൊരു നിയമമാണല്ലോ. അപ്പോൾ അത് വർക്കൗട്ട് ചെയ്യാത്ത ചില സ്ഥാനങ്ങളുണ്ടല്ലോ. കർത്താവ് എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് ഞാൻ ചില നാളുകളായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഭാഗത്ത് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങൾ കർത്താവ് ചെയ്യേണ്ട സമയത്ത് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇന്ന് രാത്രി നമ്മൾ ഈ ക്ലാസ് കഴിഞ്ഞ് പിരിയുമ്പോൾ ഒരാളോട് സമാധാനമായി പോകേണ്ടതിന് എൻ്റെ ഭാഗത്ത് ഇനി ഒരു കാര്യവും ബാക്കി ചെയ്യാനില്ല എന്നുള്ളത് നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിലല്ലല്ലോ, സകലവും അറിയുന്ന, ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ ഉറപ്പാക്കി ജീവിക്കാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ നമ്മുടെ കർത്താവ് പഠിപ്പിച്ച സുവർണ നിയമം ഇത് പ്രായോഗികമാക്കിയാൽ നമുക്ക് സകല മനുഷ്യരോടും സമാധാനമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് സാധിക്കും. അത് നമ്മെക്കൊണ്ട് സാധിക്കണം എന്നുള്ളതാണ്
സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അത് പ്രായോഗികമാക്കി ഈ നാടുകളിൽ ജയാളികളായിട്ട് ജീവിച്ച് സാക്ഷ്യം വഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. ഈ വചനങ്ങൾ അതിന് മുഖാന്തരമാകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.